സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. യോഹന്നാൻ സ്നാപകൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. അങ്ങനെ യോഹന്നാൻ പ്രസംഗിച്ചു വരവേ 7-ാം വാക്യത്തിൽ യോഹന്നാന്റെ മാനസാന്തര സ്നാനം കേട്ടിട്ട് അനേകർ വന്ന് സ്നാനപ്പെട്ടു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ടായിരുന്നു. അത് മത്തായി അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം തന്നെ 1 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഇനി 5 മുതൽ. അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട്, യോർദാൻ നദിയുടെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ആമേൻ. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ. തന്റെ സ്നാനത്തിനായി പരീശന്മാരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ. അവരോടാണ് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? ഈ പരീശന്മാരുടെയും സദൂക്യരുടെയും സ്വഭാവം എന്നാണെന്നറിയാമോ? അതറിയണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിനെ വേലി കെട്ടി, അതിൽ ചക്ക കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തിൽ പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകിയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും. വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയന്മാരെ ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. യേശുവല്ല പറഞ്ഞത്. യേശു ചോദിച്ചു, നീ ഉടയവാൻ വന്നാൽ എന്തോ ചെയ്യും? അവർ പറഞ്ഞു, വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴും ഈ കേട്ടിരുന്നവർക്ക് പിടികിട്ടിയില്ല കാര്യം എന്താണെന്ന്. നമുക്ക് പിടികിട്ടുകയല്ല. അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് യേശു എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാകുന്നത്. അടുത്ത വാക്യം, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. എന്തോ മനസ്സിലായി? ഫലം കൊടുത്തില്ലെങ്കിൽ
ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. എല്ലാം കൈവശം വന്നെന്ന് വിചാരിച്ചിരിക്കല്ലേ, ഇത് എടുത്തു കളയും, വേറൊരുത്തിന് കൊടുത്തു കളയും. ഇത് ഫലം കായ്ക്കാത്തതല്ല, തോട്ടത്തിൽ വിളവുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വിഹിതം, ഇതിന്റെ മുതല് മുടക്കിയവനെത്തണം. നിന്റെ വിചാരണയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഫലഭൂയിഷ്ടമായ ഈ തോട്ടം, ഈ നന്മകൾ നിന്റെ ആവശ്യത്തിന് എടുക്കുന്നതിന് അധികാരമുള്ളപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഏൽപ്പിച്ച ഒരുവനുണ്ട്. 21:33 ഒന്നോടെ വായിച്ചേ. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ആരാണ് നട്ടുണ്ടാക്കിയത്? സർവശക്തൻ. നീ ഇന്ന് ഫലം കൊയ്യുന്ന ഈ തോട്ടം നട്ടുണ്ടാക്കിയത് ദൈവമാണെന്ന് മനസ്സിലാക്കണം. നിനക്ക് ഫലമെടുക്കാൻ അവകാശം കിട്ടിയ, നന്മയെടുക്കാൻ അവകാശം കിട്ടിയ, ലാഭമുണ്ടാക്കാൻ അവകാശം കിട്ടിയ, ശമ്പളം കിട്ടാൻ അവകാശമുണ്ടാക്കിയ ഒരു ഗൃഹസ്ഥനുണ്ടെന്ന് യേശു പറയുമ്പോൾ മനസ്സിലാക്കണം, ഇതിന്റെ പുറകിൽ അധ്വാനിച്ച് സഹായിച്ച ഒരു ദൈവമുണ്ട്. എന്നിട്ട് അതിന് വേലി കെട്ടി. ആര് വേലി കെട്ടി? മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്ത അതേ കാര്യം പലരും ചെയ്തിട്ട് പരാജയപ്പെട്ട സ്ഥാനത്താണ് നീ ചെയ്തപ്പോൾ ഇത് വിജയിച്ചു 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 വരുന്നത്. നിന്റെ പ്രവൃത്തി അങ്ങ് അനേകരും നോക്കിയിട്ട് നടക്കാതെയും അവന് ഫലമില്ലാതെയും പോയ സ്ഥാനത്താണ് നിന്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കിക്കൊണ്ട് ഇതിന് നന്മ ലഭിക്കുന്നത്. മനസ്സിലാക്കണം, എന്റെ ദൈവം ഇതിന് ചുറ്റും വേലി കെട്ടിയത് കൊണ്ടാണ് ഇത് നശിച്ചു പോകാതെ, ഇത് ശത്രു കവർന്നു പോകാതെ ഇപ്പോഴും കയ്യിൽ ിരിക്കുന്നത്, വർദ്ധിച്ചു വരുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. മനസ്സിലാവും നിങ്ങൾ ദൈവത്തെ സ്തുതിക്ക്. ദൈവം കെട്ടിയ വേലിയൊന്ന് പൊളിച്ചാലുണ്ടല്ലോ, യോബിന്റെ വേലിയൊന്ന് പൊളിച്ചു. ഒറ്റ ദിവസം കൊണ്ട് സകലതും പോയി. ദൈവം കെട്ടിയ വേലി പൊളിഞ്ഞാൽ ശത്രു നോക്കി നിൽക്കുകയാണ് അകത്ത് കയറാൻ. ദൈവത്തിന് സ്തോത്രം. വേലി കെട്ടി അതിൽ ചക്ക കുഴിച്ചിട്ട് ഗോപുരവും പണിതു. നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിന്റെ ഉടമസ്ഥൻ വേറെയുണ്ട്. ഗോപുരത്തിൽ കയറി, ഉയരത്തിൽ കയറി, ഉന്നതങ്ങളിൽ കയറി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്നെ ഈ ജോലിയെ ഏൽപ്പിച്ച ഒരുവനുണ്ട്, ഈ തോട്ടമേ ഏൽപ്പിച്ച ഒരുവനുണ്ട്, ഈ നന്മയെ ഏൽപ്പിച്ച ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട്. ഇത് പാട്ടത്തിന് ഏൽപ്പിച്ചതാണെന്ന് ഓർമ്മയുണ്ടോ? ഇത് പാട്ടത്തിന് കിട്ടിയതെന്ന് ഓർമ്മയുണ്ടോ? ഇതിന്റെ ഉടമസ്ഥൻ വേറെയുണ്ട്. ഇത് പാട്ടത്തിന് കിട്ടിയതാ. എന്തിനാണ്? അടുത്ത വാക്യം. പരദേശത്ത് പോയി ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന്. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന്. ദൈവമക്കളെ, ഹല്ലേലൂയ. നട്ടവനൊരാശയുണ്ട്. ഇന്ന് രാത്രി എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും എന്റെ ദൈവത്തിനൊരാശയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം? ഞാൻ ചോദിക്കട്ടെ, നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്നവരുണ്ടെങ്കിൽ കാര്യങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്ക്. വ്യക്തമായൊരു ഉദ്ദേശം വേണം ദൈവത്തിലെ. എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും എന്റെ തലമുറയെക്കുറിച്ചും ദൈവത്തിനുള്ള ഉദ്ദേശമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ തക്ക സമയത്ത് ഫലം എടുക്കാൻ ആളെ അയക്കുമ്പോൾ ഫലം കിട്ടിയില്ലെങ്കിൽ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് ആ തോട്ടമെടുത്ത് ഫലം കൊടുക്കുന്ന വേറെ ജാതിക്ക് കൊടുക്കും. എന്നിട്ട് 44, 45, 46 ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട്. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നറിഞ്ഞു. അങ്ങനെ അറിഞ്ഞാൽ അവൻ എന്താ ചെയ്യേണ്ടത്? ന്യായമായിട്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. പക്ഷേ അടുത്ത വാക്യം, അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ അത് ഞങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് പറയുന്നുവെന്ന് തോന്നണം. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഓരോരുത്തരും തോന്നണം, ഇതെന്നോടാണ് സംസാരിക്കുന്നത്.
പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നല്ല കാര്യം പറയുമ്പോൾ, അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും കാര്യം പറയുമ്പോൾ, ഇത് എന്നോടാണ്, കുറിച്ചെടുക്കുന്നു, പിടിച്ചെടുക്കുന്നു, എന്നിട്ട് വെച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഏറ്റെടുത്തെന്നാ പറയുന്നത്. എന്നാൽ ഗുണം പിടിക്കാനുള്ള കറക്ഷൻ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, എന്നോടെന്ന് തന്നെ ഞാൻ തോന്നിയാ പറയുന്നത് കുത്തി പ്രസംഗിക്കുക. ഒരു വലിയ പ്രായമുള്ള മനുഷ്യൻ മരിക്കാൻ തുടങ്ങി. 10 മക്കളുണ്ട്, കുട്ടപ്പന്മാര്, 5 അപ്പുറത്തും 5 ഇപ്പുറത്തും നിന്നു. മരിക്കാൻ തുടങ്ങുക. അപ്പച്ചൻ പറഞ്ഞു, അതിലൊക്കെ തന്നെ തായിച്ചൻ എനിക്ക് 50,000 രൂപ തരാനുണ്ട്. എഴുതിയെടുത്തു. കിഴക്കേതിലെ ചാക്കോച്ചൻ 25,000 മേടിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല. അത് എഴുതിയെടുത്തോണ്ട് പിന്നെ അപ്പച്ചന് നല്ല ഓർമ്മയാകട്ടെ. വടക്കേലെ ശോശാമ്മ 50,000 കൊണ്ടുപോയിട്ട് തന്നിട്ടില്ല. അത് എഴുതിയെടുത്തു. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, കറിയാച്ചന് ഒരു 25,000 ഞാൻ കൊടുക്കാനുണ്ട്. മോൻ പറഞ്ഞു, അപ്പച്ചൻ പിച്ചിമ്പേയും പറയാൻ തുടങ്ങി. വേഗം ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ പിടിച്ചെടുക്കുന്നു, കുറിച്ചെടുക്കുന്നു, ഏറ്റെടുക്കുന്നു. കറക്ഷനുള്ള വിഷയം വരുമ്പോൾ പിച്ചിമ്പേയുമാണെന്ന് തോന്നല്ലേ. ഇന്ന് രാത്രി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വചനം നിന്നെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്നെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇതിലൊരു കാര്യം തീരുമാനിക്കുക. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ഫലം ഞാൻ നിനക്ക് വേണ്ടി കായ്ക്കും, നിനക്ക് വേണ്ടി ഞാൻ പുറപ്പെടുവിക്കും, എനിക്ക് വേണ്ടി മുതൽ മുടക്കിയ നിനക്ക് തരാനുള്ള പാട്ടം ഞാൻ തന്നിരിക്കും. ഈ ഒരു അനുഭവം ഇല്ലാതെ പരീശന്മാര്, സദൂക്യര് യോഹന്നാന്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ കയറി വിളിച്ചു, സർപ്പസന്തതികളെ. ഹല്ലേലൂയ. ഈ കേൾക്കുമ്പോ മാനസാന്തരപ്പെടണം കേട്ടോ. ചാൻസ് കിട്ടുമ്പോ മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ പിന്നെ മാനസാന്തരപ്പെടാൻ സാധിക്കണമെന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതൽ വായിച്ചാട്ടെ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ, വല്ല കയ്പുള്ള വേരും മുളച്ച്, വല്ല കയ്പുള്ള വേരും മുളച്ച്. പ്രയോഗം ശ്രദ്ധിക്കണം. കയ്പുള്ള വേര് മുളച്ച്. വേര് സാധാരണ എവിടെയാണ് ഉണ്ടാകുന്നത്? മേളിലല്ല, കൊമ്പേല ഉണ്ടാകത്തില്ല. തടിയേലുണ്ടാകുന്നത് കൊമ്പാണ്. കൊമ്പിന്മേൽ ശാഖ ഉണ്ടാകും, ശാഖയിൽ ഇല ഉണ്ടാകും, പൂവുണ്ടാകും, പിന്നെ കായുണ്ടാകും. പക്ഷെ വേരുണ്ടാകുന്നത് മണ്ണിനടിയില്ല. പക്ഷേ ഈ വേര് പുറത്ത് കാണുന്നില്ലെങ്കിലും എന്ത് ചെയ്തു? മുളച്ചു. ഇത് ഉപയോഗമുള്ള വേരായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കയ്പുള്ള വേര്. വേദപുസ്തകം വായിക്കുമ്പോൾ കയ്പ് എന്തിനെ കാണിക്കുന്നറിയാമോ? പക, പിണക്കം, വാശി, വൈരാഗ്യം. നീ കായ്ക്കുന്ന ഫലങ്ങൾ, കയ്പുള്ള വേര് മുളച്ച മധുരമുള്ളത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ആമേൻ. ഒരുവൻ സ്ഥലമൊരുക്കുമ്പോൾ ചെയ്യുന്നത് മണ്ണിട്ട് അങ്ങോട്ടും വരണ്ടി ഇങ്ങോട്ടും വരണ്ടി മറിച്ചിട്ട് തിരിച്ചിട്ട് സകല വേരും എടുത്തു കളയും. മാനസാന്തരപ്പെടുന്നൊരു വ്യക്തി ആ വേര് പറിച്ചു കളയണം. ഇല്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ടങ്ങ് മുമ്പോട്ട് പോയി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ചില വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഈ അടിയിൽ കിടക്കുന്ന കയ്പുള്ള വേര് മുളച്ചു പൊങ്ങുന്നത്. വചനം പറയുന്നു, അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഈ വേരടി കിടപ്പുണ്ടോ എന്നത് സൂക്ഷിക്കണം. എപ്പോഴെന്നറിയാമോ? ഓരോ പ്രാർത്ഥനയിലും ശോധന ചെയ്യണം. ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ശോധന ചെയ്യണം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ശോധന ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളത്തിൽ ഏതെങ്കിലും കയ്പുള്ള വേര് കിടപ്പുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണമേ, അതെനിക്ക് പറിച്ചു കളയാനാണ്. ഇല്ലെങ്കിൽ കുഴപ്പമെന്നറിയാമോ? നീ ചിരിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് കൊടുക്കുമ്പോൾ ഈ വേരകത്ത് കിടപ്പുണ്ട്. നീ ഒരു കുഴപ്പവുമില്ലെന്ന് വിചാരിച്ച് നടക്കുമ്പോഴും ഈ വേരകത്ത് കിടപ്പുണ്ട്. ഇതൊരു ദിവസം മുളയ്ക്കും. ഈ കയ്പുകളിൽ വരും, ഇങ്ങനെ നാശമായി മാറും. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശുദ്ധ
ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ഓരോ സെക്കൻഡും വിശുദ്ധീകരണം പ്രാപിക്കത്തക്കവണ്ണം, ഓരോ സെക്കൻഡും കഴുകൽ പ്രാപിക്കത്തക്കവണ്ണം ദൈവവചനം നിങ്ങളോട് ഇടപെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ, കുടുംബ പ്രാർത്ഥനയിലായാലും, ആമേൻ, കോട്ടേജ് മീറ്റിംഗിലായാലും, സഭായോഗത്തിലായാലും, കൺവെൻഷനിലായാലും, ഉപവാസ പ്രാർത്ഥനയിലായാലും, ദൈവത്തിന്റെ വചനം, ദൈവ പൈതല് നിന്നോട് ഇടപെടുമ്പോൾ ഓരോ വചനത്തിന്റെ മുമ്പിൽ അവൻ കളയേണ്ടത് കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുക. മനസ്സ് വയ്ക്കാതെ കർത്താവിനെ കാണത്തില്ലെന്ന്. എത്ര നാൾ ശുദ്ധീകരണം നടത്തണം? എവിടെ കൊണ്ട് ശുദ്ധീകരണം തീരും? എന്റെ അഭിപ്രായത്തിൽ വചനപ്രകാരം ശ്വാസം പോകുന്നത് വരെ ഈ ശുദ്ധീകരണം നടക്കണം. കാരണം യോബ് പറയുന്നു, സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. അങ്ങോട്ടാണ് നിന്നെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ചേലമില്ലാത്തവനും യാതൊരു അശുദ്ധനും അതിൽ കടക്കയില്ല. ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ നമുക്ക് വേണ്ടി അറുത്തത് നാം ഊനമില്ലാത്തവരായി മാറാനാണ്. അങ്ങനെ നമ്മൾ മാറുന്നതിന് ദൈവം നമ്മളെ സഹായിക്കുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന് അവന്റെ വചനത്തിൽ കൂടെ, രണ്ട് പരിശുദ്ധാത്മാവിൽ കൂടെ. വചനം എന്ത് ചെയ്യുന്നറിയാമോ? ഏത് മനുഷ്യന്റെയും പ്രാണനെയും സന്ധിമജ്ജകളെയും തുളച്ചെല്ലും വരെ കടന്നു ചെല്ലും. 4:12 എബ്രായർക്ക് എഴുതിയ ലേഖനം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെ. ശ്രദ്ധിക്കണമേ, അത് ഒന്ന് ഹൃദയത്തിലെ ചിന്തനങ്ങളെ, ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം അത് പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് കയറി അതിനകത്തുള്ള ഭാവങ്ങളും ചിന്തനകളും വിവേചിക്കുമ്പോൾ കൈപ്പുള്ള വേര് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുത്തു കളയണം. ഇതാണ് മാനസാന്തരം. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിന്റെ വചനം ഇടപെടുമ്പോൾ. രണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ. എങ്ങനെ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ പാപത്തെക്കുറിച്ചുള്ള ബോധം വരണം. ആ പാപത്തെക്കുറിച്ചുള്ള ബോധം വന്നിട്ട് കൈപ്പുള്ള വല്ല വേരുമുണ്ടെങ്കിൽ അത് പുറത്തു പോകണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന കയ്പിന്റെ വേര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുൻപിൽ അത് വെളിയിൽ പോകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിലേക്ക് പ്രവർത്തിക്കുവാൻ ഹൃദയം തുറന്നു കൊടുക്കണം. മാനവജാതിയെ മാനസാന്തരപ്പെടുത്തി ദൈവത്തിന് കൊള്ളാവുന്നവരാക്കുവാൻ, മർത്യനായ മനുഷ്യനെ അമർത്യനാക്കി മാറ്റുവാൻ, പാതാളത്തിന് ആടുകളായി വിൽക്കപ്പെട്ട മനുഷ്യരെ പ്രൈസ് ദി ലോർഡ് ജീവന്റെ അധികാരികളാക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുവാൻ, നിത്യനായ ദൈവത്തിന്റെ കൂടെ നിത്യത മുഴുവനുവരിക്കുവാൻ, മനുഷ്യനെ മാറ്റിയെടുക്കാൻ ദൈവം വെച്ചിട്ടുള്ള ഉപാധി അവന്റെ വചനമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ വചനം നിന്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യാത്ത ഒരനുഭവത്തിൽ നീ എത്തരുത്. വചനം നിന്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കാത്തൊരനുഭവത്തിൽ ഒരു കാലത്തും എത്തരുത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോ ദൈവത്തിന് സ്തോത്രം. വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ഒരുവന്റെ ഹൃദയം മലിനപ്പെട്ടാൽ അനേകരുടെ ഹൃദയം മലിനപ്പെടത്തക്കവണ്ണം അതങ്ങോട്ട് പകരും. ഇതെവിടെയാണെന്നറിയാം? മിക്കവാറും സഭയിലാണ്. സഭയിൽ ഒരുവൻ കറപ്റ്റഡ് ആയാൽ അവൻ ബാക്കിയുള്ളതിനെ ഒക്കെ കറപ്റ്റഡ് ആക്കും. നമ്മളെ ദൈവം വിളിച്ചത് അതിനല്ല. അവൻ സഭയ്ക്ക് വേലി കെട്ടി, മുന്തിരിത്തോട്ടം കെട്ടി നിന്നെ അതിനകത്താക്കിയപ്പോൾ വേലിക്ക് പുറത്തുനിന്ന് വേലി പൊളിച്ചകത്ത് കയറുന്നത് തടഞ്ഞിട്ടുണ്ട്. പക്ഷെ അകത്തുള്ള നീ ഒരു തണലായിരിക്കണം. നീ ഫലം കൊടുക്കുകയും ഒരു തണലുമായിരിക്കണം. നിലത്തെ നിഷ്ഫലമാക്കുന്നവരാകരുത് നമ്മൾ. ഇനി താഴോട്ട് വായിച്ചേ. ആരും ദുർനടപ്പുകാരനോ
ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനാകരുത്. ആ അഭക്തൻ എന്നുള്ള വാക്ക് 2 ട്രാൻസ്ലേഷനിൽ ഇപ്പോൾ ഇവിടെ നോക്കി. കിങ് ജെയിംസിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഫെയിൻ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആണ്, ഇറിലിജിയസ്. യേശാവേ, നീ ഇറിലിജിയസ് ആയിരുന്നു. പുതിയ നിയമസഭയോട് പറയുന്നു, എബ്രായ ലേഖനത്തിൽ പറയുന്നു, നീ ഇറിലിജിയസ് ആകരുത്. റിലിജിയൻ എന്തുവാ? വാട്ട് ഇസ് റിലിജിയൻ? റിലിജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന മനുഷ്യന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് റിലിജിയൻ. ഏത് ദൈവമായിക്കോട്ടെ. എന്തിനാണ് റിലിജിയൻ? റിലിജിയൻ എന്തിനാ? അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ കാലത്തേക്ക് പോകണം. എങ്ങനെ റിലിജിയൻ ഉണ്ടായെന്നറിയണം. പ്രാകൃത മതങ്ങൾ, പാഗൻ റിലിജിയൻ എന്ന ഒരു പ്രയോഗം ദൈവശാസ്ത്രജ്ഞന്മാരുടെ അടുക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാകൃത മതങ്ങൾ എങ്ങനെ ഉണ്ടായെന്നറിയാമോ? പ്രാകൃത മതം ഉണ്ടായത് അവനെ ഭയപ്പെടുത്തുന്നതിനെ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രാകൃത മതങ്ങൾ ഉണ്ടായത്. ഹല്ലേലൂയ. ഇടിവെട്ട് 2 പേർ കൂടെ നടന്നു പോയപ്പോൾ ഒരുവൻ ചത്തുവീഴാനിടയായപ്പോൾ ജീവിച്ചിരുന്നവന് മനസ്സിലായി ഇടിവെട്ടിനെ പേടിക്കണം. ഒരു ഗ്രാമം, അതിൽ 50 വീട്, അതിൽ ഒരു വീട് ഇടിവെട്ടേറ്റ് വീട്ടിലുള്ളവർ തകർന്നു പോയപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി ഇടിവെട്ടിനെ പേടിക്കണം. അതിനെ കുമ്പിടാൻ തുടങ്ങി. ഇടിവെട്ടിനൊരു ദൈവം ഉണ്ടായി, കുമ്പിടാൻ തുടങ്ങി. നിൽക്കാതെ പെയ്യുന്ന മഴ കണ്ടപ്പോൾ ജനത്തിന് മനസ്സിലായി അനേക വീടുകൾ ഒഴിച്ചു പോകുന്നു, അനേകർ തകരുന്നു. മനസ്സിലായി ഇതിനെ പേടിക്കണം, ഇതിനെ മുട്ടൂത്തണം, ഇതിനെ വണങ്ങണം. നദികൾ പൊങ്ങി. വെള്ളപ്പൊക്കത്തിൽ അനേകർ ചത്തൊഴുകിയപ്പോൾ മനുഷ്യന് തോന്നി ഈ നദിയെ വണങ്ങണം. ഉരുൾപൊട്ടി മലകൾ താഴോട്ട് വന്നപ്പോൾ മനുഷ്യന് തോന്നി ഇതിനെ നമസ്കരിക്കണം. കൊടുങ്കാറ്റിൽ ഹല്ലേലൂയ സംഹാരതാണ്ഡമാടുന്നത് കണ്ടപ്പോൾ മനുഷ്യന് തോന്നി ഇതിനെ നമസ്കരിക്കണം. പ്രാകൃത മതത്തിന്റെ ഹല്ലേലൂയ ഉത്ഭവമാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ഞാനും നീയും അനുസരിക്കാനുള്ളത് പേടിപ്പിക്കുന്ന ദൈവത്തെയല്ല, നിന്നെ നശിപ്പിക്കുന്ന ദൈവത്തെയല്ല, നിന്നെ തകർക്കുന്ന ദൈവത്തെയല്ല, നിന്നെ വഴിയാധാരമാക്കുന്ന ദൈവത്തെയല്ല, നിന്നെ അനാഥനാക്കുന്ന ദൈവത്തെയല്ല, നിന്നെ രക്ഷിക്കാൻ ഇറങ്ങി വന്ന ഒരു രക്ഷകനെയാണ് നമസ്കരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഈ ദൈവത്തെ അറിഞ്ഞ് നമസ്കരിക്കുന്ന ദൈവമൊക്കെ കരങ്ങളടിച്ച് ആരാധിക്കാമോ? യേശുവിന്റെ രക്ഷകൻ, യേശുവിന്റെ രക്ഷകൻ, യേശുവിന്റെ രക്ഷകൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്ഷയുടെ അനുഗ്രഹം, രക്ഷയുടെ സന്തോഷം ഇന്ന് രാത്രി ഭക്തന്മാരുടെ കൂടാരങ്ങളിൽ പരകട്ടെ. ഈ ദൈവം ആരാണെന്ന് ആമേൻ. ലോകത്ത് അവതരിച്ച ദൈവങ്ങളെല്ലാം പാപിയെ കൊന്ന് പാപമില്ലാത്തവനെ രക്ഷിക്കാൻ വന്നപ്പോൾ എൻ്റെ യേശു വന്നത് പാപത്തെ മാറ്റി പാപിയെ രക്ഷിച്ചെടുക്കാനാണ്. അതിന് അവൻ ഉപയോഗിക്കുന്നത് ഇന്നും ദൈവത്തിന്റെ വചനമാണ്. നിന്നിലുള്ള പാപം കൈപ്പുള്ള വേര് ഇന്ന് രാത്രി മാറ്റി നിന്നെ രക്ഷിച്ചെടുക്കാൻ, നിന്നെ സഹായിച്ചെടുക്കാൻ, നിന്നെ ഉദ്ധരിച്ചെടുക്കാൻ, നിന്നെ സംരക്ഷിച്ചെടുക്കാൻ, നിന്നെ അനുഗ്രഹിച്ചെടുക്കാൻ നസ്രയനായ യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഉറക്കെ വിളിക്കുക. ഈ നാമം അങ്ങ് വിശ്വസിച്ചാൽ, ഈ നാമം അങ്ങോട്ട് ഏറ്റെടുത്താലുണ്ടല്ലോ, നീ രോഗിയാണോ ഇന്ന് രാത്രി സൗഖ്യമുണ്ട്. ഈ നാമം ഇന്ന് രാത്രി ഏറ്റെടുത്താലുണ്ടല്ലോ, നീ ദരിദ്രനാണോ ഇന്ന് രാത്രി നീ സമ്പന്നരായി മാറാൻ പോവുകയാണ്. ഈ നാമം ഇന്ന് രാത്രി ഏറ്റെടുത്താൽ നീ സകലതും നഷ്ടപ്പെട്ടവനായി വന്നിരിക്കുന്നുവോ? ഇന്ന് രാത്രി നിന്റെ നഷ്ടങ്ങളെ നികത്തുവാൻ യേശുവിന്റെ നാമം മതിയായതാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ നീ വന്നിരിക്കുന്നുവെങ്കിൽ ഈ ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുവിന്റെ നാമം ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ, ഈ നിമിഷത്തിൽ തന്നെ നിന്റെ ഭയങ്ങൾ അകറ്റി, നിന്റെ പേടി അകറ്റി, നിനക്ക് സമാധാനം തരുമോ?
ഇന്ന് രാത്രി ദൈവമായ സമാധാനം ചില ഹൃദയങ്ങളിലേക്ക് പകരട്ടെ. സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി സൗഖ്യമായി ചില ശരീരങ്ങളിലേക്ക് ഇന്ന് രാത്രി ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അമ്പലങ്ങളുടെ ശകരകർ എന്താ ചൂട നാളുകളായി ചികിത്സിച്ചിട്ട് ഭയാനന്ദരാകുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാരകമായി കിടക്കുന്ന ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിയിട്ട് പോകട്ടെ. അവൻ ശരീരങ്ങളിൽ നിന്ന് നാളുകളായി വിടുതലില്ലാതെ അവൻ അവകാശം പറയുന്നു. രോഗാത്മാവേ യേശുവിന്റെ നാമത്തിൽ അവന്റെ വചനത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിലെ ശക്തിയാൽ ഐ കമാൻഡ് യു ഗെറ്റ് ഔട്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശു സ്നേഹിക്കുന്നവനാണ്. യേശു വിടുവിക്കുന്നവനാണ്. യേശു അനുഗ്രഹിക്കുന്നവനാണ്. പക്ഷേ ഒറ്റ കണ്ടീഷനിലേ ഉള്ളൂ. എന്താണെന്നറിയാമോ? മനസാന്തരം. ദൈവ പൈതലേ, ഏശാവ് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. പക്ഷെ എഴുതുന്നു, കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടില്ല, തള്ളപ്പെട്ടു. ആമേൻ. കാരണം എന്താണെന്നറിയാമോ? ഹി വാസ് ഇറിലിജിയസ്. എന്തുകൊണ്ടാണ് യേശാവ് ഇറിലിജിയസ് എന്ന് പറയുന്നത്? ഇതറിയണമെങ്കിൽ നമ്മൾ പുറകോട്ട് പോകണം. ഹല്ലേലൂയ. മനസ്സിലായോ? യേശാവിൻ ഈ തള്ളപ്പെട്ട ചരിത്രത്തിന്റെ തുടക്കം ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് തള്ളപ്പെട്ടതെന്ന് അറിയണമെങ്കിൽ എബ്രായർ 12:16 വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ. ഏശാവ് ചെയ്ത കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. ചെറിയ ലാഭത്തിന് വേണ്ടി ഒരു വലിയ കാര്യം, ഒരു വലിയ പദവി അടിയറ വച്ചു. ഇന്ന് സംഭവിക്കുന്നതാ. എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നവും പറഞ്ഞാണ് വലിയൊരു പദവിയിൽ നിന്നും നമ്മൾ താഴെ പോകുന്നത്. നിസ്സാര കാര്യമായിരിക്കും. അത് നോക്കിയെന്നോ നോക്കിയില്ലെന്നോ, കൈ കൊടുത്തെന്നോ കൈ കൊടുത്തില്ലെന്നോ, വിളിച്ചെന്നോ വിളിച്ചില്ലെന്നോ. മനസ്സിലായോ? അവനെൻ്റെ കല്യാണം വിളിച്ചില്ല, ഇനി ഞാൻ അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ എന്തുകൊണ്ടാണ് വിളിക്കാഞ്ഞെന്നുള്ളത് അന്വേഷിക്കുകയില്ല. അവൻ വിളിച്ചില്ല, ബന്ധമില്ല. അവൻ നോക്കിയില്ല, ബന്ധമില്ല. കൈ തന്നില്ല, ബന്ധമില്ല. പ്രൈസ് ഗോഡ്. വ്യക്തമായ ഒരു കാരണവുമില്ലാതെയാണ് ആമേൻ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത്. ഹല്ലേലൂയ. ഇനി വേറൊരു മനസ്സിലാക്കണം, പലർക്കും ഈ ബന്ധം വിച്ഛേദിക്കുന്ന കാരണം പുറത്തു പറയാൻ മടിയാണ്. കാരണം പുറത്തു പറഞ്ഞാൽ നാണക്കേടാ. മനസ്സിലായോ? എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അവനായിട്ട് ഇത്ര അടുപ്പമില്ലാത്തതെന്ന് പറഞ്ഞാൽ നാണക്കേടല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പറയത്തില്ല. എല്ലാവരെയും കല്യാണത്തിന് വിളിച്ചു, എന്നെ വിളിച്ചില്ല. ആ കാരണം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പുറത്ത് പറയത്തില്ല. കാരണം പുറത്തറിഞ്ഞാൽ നാണക്കേടാണ്. അവന് തന്നെ അറിയാം, ഈ കാരണം കൊണ്ട് ഞാൻ കൂട്ടുവെട്ടിയാൽ അത് നാണം കെട്ട ഏർപ്പാടാണെന്നറിയാം. ഹല്ലേലൂയ. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പിള്ളേർ കണ്ടിട്ടില്ലേ? പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം, ഇന്റർവെല്ലിന്റെ സമയത്ത് കൂട്ടുവെട്ടിയാലും അമ്മ ഉച്ചക്കാവുമ്പോൾ പിന്നെയും കൂടും. വൈകുന്നേരം ആകുമ്പോൾ കൂട്ടുവെട്ടിയാലും പിറ്റേ ദിവസം കൂടും. വിശ്വാസം വെട്ടിയാലുണ്ടല്ലോ, അയ്യോ അത് ഭയങ്കരം വെട്ട. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ദൈവം നിന്റെ കൂട്ടുവെട്ടാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തോണം കേട്ടോ. ദൈവം വെട്ടിയതാ. മനുഷ്യൻ ലോകത്ത് ആര് വെട്ടിയാലും ഒരു ചുക്കുമില്ല. എന്നാൽ ദൈവം വെട്ടിയാലുണ്ടല്ലോ അത് വെട്ടിയതാ. അവസരമുണ്ടാകാതെ സൂക്ഷിച്ചോണം. പിന്നത്തേതിൽ കരഞ്ഞ് താണ് വീണ് കണ്ണുനീരിൽ അപേക്ഷിച്ചിട്ടും ഗുണമുണ്ടായില്ല, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. ഹല്ലേലൂയ. അപ്പൊ കരച്ചിലല്ല മാനസാന്തരം. മനസ്സിലാക്കണം. കരച്ചിലും ചിരിയും പ്രൈസ് ദി ലോർഡ് ഒന്നുമല്ല മാനസാന്തരം. ഇറ്റ് ഈസ് സംതിങ് എൽസ്. എന്നാണ് ശരിയായ മാനസാന്തരം? ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ഏശാവിനെ കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഒത്ത രക്ഷപ്പെട്ടു കേട്ടോ. 25-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം.
ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യാക്കോബ് ഒരു ദിവസം ഒരു പായസം വെച്ചു, ചുമന്ന പായസം. ഞാൻ വിചാരിക്കുന്നത് ഈ പായസത്തിന് ചുമപ്പുള്ളി ചേർത്താണോന്ന് എനിക്കറിയത്തില്ല. ഇത് ചുമപ്പായിട്ട് വച്ചെന്തിനാണെന്നറിയാമോ? ഏശാവ് വയലിൽ നിന്ന് വരുമ്പോൾ, വഴിയരികിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഏശാവ് വേട്ട കഴിഞ്ഞ് വെളിമ്പ്രദേശത്ത് നിന്ന് വരുമ്പോൾ അവൻ ഇത് കാണണം. ട്രാഫിക് സിഗ്നലിനകത്ത് ഏറ്റവും എളുപ്പം കാണാൻ വേണ്ടിയാണ് റെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പച്ച കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ റെഡ് ലൈറ്റ് കണ്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. അതുകൊണ്ടാണ് റെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് യാക്കോബ് ഉബായി എന്ന പേര് ബുദ്ധിമാനാണ്, ഭയങ്കര ഷ്രൂഡാണ്. ഈ ഏശാവ് അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇവനിതിനകത്തിട്ട് അങ്ങ് ഇളക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയാമോ? ഈ മണം അങ്ങോട്ട് കാറ്റി കൂടെ കൂമ കൂമ എന്നവൻ്റെ മൂക്കിലോട്ട് പോകണം. ഈ ആവി അങ്ങോട്ട് പറന്നിട്ട് പ്രൈസ് ദി ലോർഡ് കുറച്ചു നേരം ഇളക്കി. കാണുന്ന റേഞ്ച് ആയപ്പോൾ പുള്ളി എന്നറിയാമോ? കോരി അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. അടി തീ കിടക്കുന്ന സാധനം ആറാൻ വേണ്ടി ഒഴിക്കുകയല്ല, അവൻ കാണാൻ വേണ്ടി ഒഴിക്കുക. നല്ല ചുവന്ന കളറായതുകൊണ്ട് ദൂരത്ത് നിന്ന് ഏശാവ് കണ്ടു, അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, വായിച്ചേ. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം. ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം. മലയാളത്തിൽ ട്രാൻസ്ലേഷനാണ് നല്ലത്. കുറെ തരണമെന്ന് കുറച്ച് തരണമെന്നുള്ള വ്യത്യാസമുണ്ട്. ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന് പേരായി. അവിടെയാണ് ഇതിന്റെ ചരിത്രം തെളിയുന്നത് കേട്ടോ. അതുകൊണ്ട് അവന് ഏതോ അഥവാ ചുവന്നവൻ എന്ന് പേരായി. ഇവൻ ആരാണെന്നുള്ളത് തെളിയുന്നത് അവിടെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 24 വരുന്നു, വായിച്ച്. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു. ഒന്നാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു. മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. അവന് ഏശാവ് എന്ന് പേരിട്ടു. 24-ാം വാക്യത്തിൽ ഇവൻ ചുമന്നവനായി ജനിച്ചെങ്കിലും അവന് ചുമന്നവൻ എന്ന് പേരിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവനിട്ട പേര് ഏശാവെന്നാണ്. അവൻ ആള് തനി ചുമപ്പാണെങ്കിലും ചെങ്കൊടി കളറാണെങ്കിലും അപ്പനും അമ്മയും അവന്റെ കളർ അനുസരിച്ചുള്ള പേരിട്ടില്ല. അവനിട്ട പേര് ഏശാവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ 30-ാം വാക്യം വായിച്ചേ. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന് പേരായി. അതുകൊണ്ട് അവന് ഏതോ ചുമന്നവന് എന്ന് പേരായി. എന്ത് മനസ്സിലായി? ഏശാവിന് ചുവന്നവൻ എന്ന പേര് കിട്ടിയത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ജന്മനാ അവൻ ചുമന്നവനാണെങ്കിലും അന്ന് വരെ ആരും അവനെ ചുമന്നവനെന്ന് വിളിച്ചില്ല. അവനെ വിളിച്ചത് ഏശാവ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ അപ്പനിട്ട പേരതാണ്, നാട്ടുകാർ വിളിച്ച പേരതാണ്. എന്നാൽ എന്ന് അവൻ ചുവന്ന പായസം കണ്ട് അതെനിക്ക് കുറച്ച് തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുവോ, ആ നിമിഷത്തിൽ അവന്റെ പേര് ചുവന്നവനെന്നായി. ജന്മനാ കിട്ടിയതല്ല, അവന്റെ കർമ്മം കൊണ്ട് കിട്ടിയതാണ്, പ്രവൃത്തി കൊണ്ട് കിട്ടിയതാണ്, സ്വഭാവം കൊണ്ട് കിട്ടിയതാണ്. ജന്മനാ നമുക്ക് എന്ത് പേരുണ്ടെങ്കിലും വിഷയമല്ല, എന്ത് നിറമാണെങ്കിലും വിഷയമല്ല, നിന്റെ സ്വഭാവം എന്തായാലും വിഷയമല്ല. നിന്റെ മുൻപിൽ ലോകം വച്ച് നീട്ടുന്ന പൈസ ചുവന്ന പായസങ്ങളുടെ മുമ്പിൽ നീ അതിനോട് പ്രതികരിക്കാതിരുന്നാൽ നിന്റെ കർമ്മം കൊണ്ട് അശുദ്ധനാകാതെ നഷ്ടം വരാതെ നിനക്ക് ഏതൊരു കുടുംബത്തിൽ ജനിച്ചോ ആ കുടുംബത്തിന്റെ അവകാശം ജന്മനാ കിട്ടിയത്, കേട്ടാവകാശം കിട്ടിയത് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് ജന്മം കൊണ്ട് ഒരു പദവി ദൈവം തന്നിട്ടുണ്ട്. എന്നാ പദവി എന്നറിയാമോ? ജനിച്ചത് ആദാമ്യ വർഗത്തിലാണെങ്കിലും പാപത്തിലാണെങ്കിലും
എൻ്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു, പാപത്തിൽ ഞാൻ ഉരുവായി എന്ന് പറയത്തക്കവണ്ണം ജനനം പാപത്തിലാണെങ്കിലും വളർന്നത് പാപത്തിലാണെങ്കിലും ദൈവം ഒരു ഉപാധി വച്ചിട്ടുണ്ട്. ഈ കല്ലിന്മേൽ തട്ടുന്നവനാരും രക്ഷപ്പെടത്തില്ല. ഈ കല്ല് ആരുടെയെങ്കിലും മേൽ വീണാൽ അതവനെ ദുളിപ്പിക്കുമെങ്കിലും ഈ കല്ല് മൂലക്കല്ലാക്കിക്കൊണ്ട് പണിയുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് അനേകർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിക്കൊണ്ട് യേശുവെന്ന അടിസ്ഥാനത്തിന്മേൽ ഒരു നിത്യത പണിതുയർത്തുവാൻ, ഒരു അനുഗ്രഹമുള്ള ജീവിതം പണിതുയർത്തുവാൻ, സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം പണിതുയർത്തുവാൻ, ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള ഒരു ജീവിതം പണിതുയർത്തുവാൻ നിനക്ക് വേണ്ടി ഒരു മൂലക്കല്ല് എന്റെ ദൈവം ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ മൂലക്കല്ലിനെ മനസ്സിലാക്കി പണിതെടുക്കുവാൻ, അതിനോട് ചേർത്ത് പണിയുവാൻ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എന്നിട്ട് കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം. നിങ്ങളും ജീവനുള്ള അവൻ കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. രക്ഷയെന്ന അനുഭവത്തിലേക്ക് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ജീവനുള്ള കല്ലുകളായിട്ട്, ജീവനുള്ള കല്ലായ മൂലക്കല്ലായ ആ മനുഷ്യർ തള്ളിയ ആ കല്ലിന്റെ അടുക്കൽ നീ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് രാജകീയ യാഗം കഴിക്കാൻ തക്കവണ്ണമുള്ള പുരോഹിത വർഗമായി പണിയപ്പെടുമ്പോൾ ഈ അവസരത്തിൽ പണിപ്പുറത്ത് കയറിയിരിക്കാൻ ഇടയായി തീർന്നാൽ നിന്റെ ജന്മാവകാശം വിഷയമല്ല, നിന്റെ കർമാവകാശം വിഷയമല്ല. വിശ്വാസത്താൽ ദൈവത്തോട് നീതീകരിക്കപ്പെട്ടിട്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുള്ളവരുടെ പട്ടികയിലേക്ക്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവരുടെ പട്ടികയിലേക്ക് നീ മാറ്റപ്പെടും. എന്നിട്ട് പറയുന്നു, അടുത്ത വാക്യം വായിച്ചേ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. നീ എവിടെ ജനിച്ചതും വിഷയമല്ല, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിൽ വിശ്വസിച്ചിട്ട് എവിടെയെങ്കിലും ലജ്ജിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും വിഷയത്തിൽ നീ ലജ്ജിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിഷയത്തിൽ തകർന്നു പോയോ? ലാഭമല്ലേ ഉണ്ടായുള്ളൂ, അനുഗ്രഹമല്ലേ ഉണ്ടായുള്ളൂ, ഐശ്വര്യമല്ലേ ഉണ്ടായുള്ളൂ, അഭിവൃദ്ധിയല്ലേ ഉണ്ടായുള്ളൂ? ഈ യേശുവിനെ കാണേണ്ടതുപോലെ കാണുന്നതിന് മുൻപ് തകർന്നു കിടന്ന സ്ഥാനത്ത്, ഇടിഞ്ഞു കിടന്ന സ്ഥാനത്ത്, മുടിഞ്ഞു കിടന്ന സ്ഥാനത്ത് അവനെ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. അവനിൽ ആശ്രയം വെച്ച് ഒരുവനും ലജ്ജിച്ചു പോയില്ല. നീ ആശ്രയം വെച്ചിരിക്കുന്ന കല്ല് ശരിയാണോ എന്നറിയുന്നത് നിനക്ക് കിട്ടുന്നതനുസരിച്ചാ. കമ്പനി ശരിയാണോ എന്നറിയുന്നത് അവൻ ശമ്പളത്തിന് കിട്ടുന്ന അക്കം നോക്കിയേട്ടാ. നല്ല കമ്പനിയിലാണെങ്കിൽ നല്ല ശമ്പളം കാണും. ഇന്ന് രാത്രി നിന്നെ ആക്കിയിരിക്കുന്ന കമ്പനി ഏതാണെന്നറിയാമോ? നിനക്ക് മെച്ചം ലഭിക്കുന്ന, നിനക്ക് അനുഗ്രഹം ലഭിക്കുന്ന, നിനക്ക് വിടുതൽ ലഭിക്കുന്ന, നിനക്ക് മാത്രമല്ല 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ഒരു കമ്പനിയുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് ഉറക്കെ പറയാൻ കഴിയുന്നവര് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. ലോകത്തനേകർ ഈ പേരും പറഞ്ഞ് നടന്നിട്ട് വഴിയാധാരമായ സ്ഥാനത്താണ് ഫെയ്ത്ത് സിറ്റിയിലുള്ള വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെട്ട് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് അടിവെച്ച് കയറുന്നതെന്ന് മനസ്സിലാക്കി ഒന്ന് സ്തുതിക്കാമോ? കല്ല് അടിസ്ഥാന കല്ലാണോ നോക്കിച്ചാൽ മതി. ആ വാക്യം വായിച്ച്, ഇപ്പൊ വായിച്ച വാക്യം.
ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. ഏതായാലും കല്ല് മാറ്റിയിട്ടുള്ള പണിയില്ല. അത് അടിസ്ഥാന കല്ലാണ്. അതാണ് ആ മൂല തിരിക്കുന്നത് അവിടെയാണ്. ഇടത്തും വലത്തും കറക്റ്റായിട്ട് ആ കല്ലിന്മേൽ അടിസ്ഥാനം. തൂക്കുകട്ട പിടിച്ചാൽ ആ കല്ലുമായിട്ട് ഒത്തുപോകണം. വായിച്ചു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ഗോഡ്. വായിച്ചാട്ടെ. എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത ഉണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? മാന്യന്മാരായില്ലേ? മാന്യതകളായില്ലേ? മക്കളും മാന്യരായില്ലേ? ആമേൻ. ഏത് നിലവാരത്തിലും നോക്കിയാൽ ഇന്ന് 4 പേരോട് നിന്ന് കാര്യം പറയത്തക്കവണ്ണം ദൈവം ഒരു വലിയ മാന്യത ദേശത്ത് തന്നോ, നാട്ടിൽ തന്നോ, വീട്ടിൽ തന്നോ, കൂട്ടുകാരുടെ തന്നോ, എന്നിടത്തല്ല ദൈവം നിന്നെ ഉയർത്തിയില്ലേ? ഇന്ന് രാത്രി ചിന്തിക്ക്. ഇതിൽ നിലനിൽക്കണം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തരാകരുത്, ഇർറിലിജിയസ് ആകരുത്. ഏശാവിനെ പറ്റിയെന്നറിയാമോ? ബാക്കി വായിച്ച്. ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം. ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം. ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര ക്ഷീണിച്ചാലും ദൈവവേദലേ, നിനക്കുള്ള പദവി വിട്ട് കളിക്കല്ലേ. നിനക്ക് കിട്ടിയിരിക്കുന്ന ജ്യേഷ്ഠാവകാശം വിറ്റ് കളിക്കല്ലേ. നിന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന മൂലക്കല്ലിൽ നിന്ന് ചാടല്ലേ. നിനക്ക് നാശമാ. ഈ കല്ലിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നിന്റെ സകല നന്മയുടെയും അടിസ്ഥാനം. ഈ തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നതാണ് നിന്റെ സകല ഫലത്തിന്റെയും കാരണം. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. വായിച്ചു തറോട്ട്. അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന പേരായി. അടുത്തത്, നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക. പിശാചിന്റെ പരിപാടി ഉണ്ടെന്നറിയാമോ? നിന്റെ ജ്യേഷ്ഠാവകാശം കച്ചവടം ചെയ്യണം. നിനക്ക് ദൈവം തന്ന പദവി നഷ്ടപ്പെടുത്തണം. ഇത് പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസത്താൽ, കൃപയാൽ. കൃപയിൽ കിട്ടിയതാ കേട്ടോ, അന്വേഷിച്ചതല്ല, കണ്ടുപിടിച്ചതല്ല, ദൈവം കൊണ്ടുവന്നതാണ്. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലെത്തിയതാണ്. ഓർമ്മയുണ്ടോ? ഭാഗ്യവശാൽ ഞാൻ ബോവസിന്റെ വയലിലെത്തിയതാണെന്ന് അറിവുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. നഷ്ടപ്പെട്ട് കിടന്ന സ്ഥാനത്ത്, ദാരിദ്ര്യം പിടിച്ചു കിടന്ന സ്ഥാനത്ത്, രോഗിയായിരുന്ന സ്ഥാനത്ത്, സന്തോഷമില്ലാതിരുന്ന സ്ഥാനത്ത്, സമാധാനമില്ലാതിരുന്ന സ്ഥാനത്ത്, അനാഥനായിരുന്ന സ്ഥാനത്ത് ഒരു മനുഷ്യനോടും ചെന്ന് പറഞ്ഞ് ഒരു അനുഗ്രഹം മേടിക്കാൻ, ഒരു വിടുതൽ മേടിക്കാൻ, അല്പം കടം മേടിക്കാൻ പോലും സാധ്യതയില്ലാതിരുന്ന സ്ഥാനത്ത്, തകർന്നു കിടന്ന സ്ഥാനത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ എത്തിയതാണെന്ന് മറക്കല്ലേ. ഭാഗ്യവശാൽ എത്തിയതാ. വന്ന് കയറിയ അന്ന് തൊട്ട് ലഭിച്ചതൊന്നും ഓർക്കാൻ പാടില്ലേ? നിന്റെ കുടുംബത്തിന്റെ ഗതി മാറിയെന്ന് ഓർമ്മയുണ്ടെങ്കിൽ സ്തുതിക്ക്. നിന്റെ തലമുറയ്ക്ക് മാറ്റമെന്നെങ്കിൽ സ്തുതിക്ക്. ബിസിനസിന് മാറ്റമെന്നെങ്കിൽ സ്തുതിക്ക്. ജോലിക്ക് മാറ്റമെന്നെങ്കിൽ സ്തുതിക്ക്. ആരോഗ്യത്തിന് മാറ്റമെന്ന് സ്തുതിക്ക്. കുടുംബജീവിതത്തിൽ മാറ്റമെന്നെങ്കിൽ സ്തുതിക്ക്. വന്നിട്ട് എന്ത് നഷ്ടം വന്നു? ഫെയ്ത്ത് സിറ്റിക്കകത്ത് വന്ന് കയറിയ ദിവസം തൊട്ട്, അന്ന് തൊട്ട് നിന്റെ ഗതി മാറിയെന്ന് ഓർമ്മയുണ്ടെങ്കിൽ കരങ്ങൾ ദൈവത്തെ സ്തുതിക്ക്. അതിനകത്ത് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം തന്ന വാഗ്ദത്തമുണ്ട്. ഉറപ്പോടാ പറയുന്നത്, നല്ല ഉറപ്പോടാ പറയുന്നത്. വന്നു കയറിയവനെ മുഴുവൻ എൻ്റെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, ഇനിയും അനുഗ്രഹിക്കും. ഡോണ്ട് ബിക്കം ഇർറിലിജിയസ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? പേടിയില്ലാതാവുക. ഒരു വിശ്വാസി നശിക്കാൻ ഏറ്റവും ശക്തമായി പിശാച് ഉപയോഗിക്കുന്ന ആയുധം അവൻ്റെ ദൈവഭയം പോകും. അവൻ മഹിമകളെ ദുഷിക്കും, അറിയാത്തതിനെ ദുഷിക്കും. മോശയുടെ ശരീരത്തെക്കുറിച്ച് വാദിക്കുമ്പോൾ യൂദാ പറയുന്നു, ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന മിഖായേൽ പോലും യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളെന്ന്. ഹല്ലേലൂയ. മഹിമകളെ ദുഷിക്കാതെ ദൈവകൃപ. മനുഷ്യ, നിന്നോട് ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാനും വിശ്വസ്തനായിരിക്കാനും അല്ലാതെ എന്താകുന്നു നിന്നോട് ആവശ്യപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഫെയ്ത്ത് സിറ്റി സഭയിൽ നിന്നോടുള്ള ഡിമാൻഡ് ഇതൊരൊറ്റ കാര്യമേ ഉള്ളൂ. സ്വോത്രകാഴ്ചയിടാൻ പറയുന്നില്ല, പിരിവെടുക്കാൻ വരുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല.
ഇതുപോലത്തെ ഒരു 21 ദിവസത്തെ മീറ്റിംഗ് വല്ലോടത്തും നടന്നിരുന്നെങ്കിൽ 5 സ്വതന്ത്രാഴ്ച നടത്തും. 5 സ്വതന്ത്രാഴ്ച. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. ഇത് കച്ചവടമല്ല, ഇത് സുവിശേഷമാണ്. സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കണം. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിൽക്കല്ലേ. നിനക്കുള്ള പദവി, നിനക്കുള്ള സ്ഥാനം, നിനക്കുള്ള മാനം അത് മറക്കരുത്. ജന്മം കൊണ്ട് കിട്ടിയത് കർമ്മം കൊണ്ട് പോയി. ആകപ്പാടെ എന്തോ കിട്ടി? ഒരു പേര് കിട്ടി. ഇന്നും ഞാൻ ആലോചിക്കാറുണ്ട്, ചില പേരിന് വേണ്ടി പ്രൈസ് ഗോഡ് പദവി കളയുന്ന എത്ര പേരാണെന്നറിയാം. ഇർറിലിജിയസ്. ഡോണ്ട് ബിക്കം ഇർറിലിജിയസ്. പ്രൈസ് ദ ലോർഡ്. നിന്നെ ദൈവം വിളിച്ച പദവി മനസ്സിലാക്കണം. ദൈവം നീ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ നിനക്ക് വേണ്ടി ഒരുക്കിയത് മനസ്സിലാക്കണം. അത് വച്ചു മാറാൻ പോകല്ലേ. ഒന്നിനു വേണ്ടി വെച്ചു മാറല്ലേ. വിശ്വാസികളോട് മാത്രമല്ല, ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ഒരുവൻ ഭക്തനാണെന്ന് കണ്ടാൽ പച്ച പാവങ്ങൾ സാധാരണ മനുഷ്യൻ അവനെ അങ്ങ് വിശ്വസിക്കും. അവനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകും, വീട്ടിൽ കയറ്റിയിരുത്തും, അല്ല വീട്ടിൽ കിടക്കാൻ സൗകര്യം കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും, അവന് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ ക്രിസ്തുയേശുവിൽ ലഭിച്ച സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കുന്ന ഒരു ലോകത്തിലാണ്. വിശ്വാസി എന്ന പേരിൽ കിട്ടുന്ന പരിചയം കാര്യസാധ്യത്തിന് വേണ്ടി മാറ്റാൻ തുടങ്ങല്ലേ. നിന്നെ ദൈവം വിളിച്ചതാണെങ്കിൽ മനുഷ്യനോട് അവൻ്റെ ആത്മാവിന് വേണ്ടി, അവൻ്റെ ശാന്തിക്ക് വേണ്ടി, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൂത് നിന്നെ ഏൽപ്പിച്ചതാണെങ്കിൽ നീ അത് അങ്ങോട്ട് കൊടുത്തേരെ. നീ ഒരു പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്തേര്, ശമ്പളം ഡിപ്പാർട്ട്മെൻറ്റ് തരും. വിശ്വാസിയെ മുതലെടുക്കാൻ പോകല്ലേ. വിശ്വാസിയുടെ 10 പൈസ മോഹിക്കല്ലേ. വിശ്വാസി തരുന്നതിന് വേണ്ടി അവൻ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് മനസ്സലിയത്തക്കവണ്ണം പെരുമാറല്ലേ. കത്തുകൾ അയക്കല്ലേ, ഫോൺ കോളുകൾ ചെയ്യല്ലേ, ഇല്ലാത്ത ദാരിദ്ര്യം വിളിച്ച് പറയല്ലേ. പറ, ഞാൻ ക്രിസ്തുയേശുവിൽ സമ്പന്നനാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജോലി ഇല്ലെന്ന് പറ. ദേവദാസന്മാരോട് ഞാൻ പറയുന്നത്, ഈ ഗതികേട് കൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങി ഉള്ള ഗതിയും കൂടെ പോയെന്നതിന് പകരം ഇതിനോട്ട് ഇറങ്ങിയപ്പോഴാണ് വല്ല ഗതിയും കിട്ടിയതെന്ന് പറ. താഴോട്ട് വായിച്ചേ പെട്ടെന്ന്. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, കർത്താവേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. റിലീജിയസ് ആയിരുന്നു. ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്, മരിക്കേണ്ടി വരുമല്ലോ. ഇറിലീജിയസ് ആയിരുന്നു. സ്വർഗീയമായ പദവികൾ, സ്വർഗീയമായി ലഭിച്ച അനുഗ്രഹങ്ങൾ, സ്വർഗീയമായി ലഭിച്ച പേര്, അത് വച്ചു മാറാനുള്ളതല്ല ദൈവവൈതലേ. ഇത് നിത്യതയിൽ കൊണ്ടുപോയി കാഴ്ചവെക്കാനുള്ളതാണ്. ദൈവം കൊടുക്കുന്നതാണ് ജ്യേഷ്ഠാവകാശം. ഒരു മനുഷ്യനും സ്വന്തം കഴിവുകൊണ്ട് ജ്യേഷ്ഠനായി ജനിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കണം. ദൈവം കൊടുത്തത് ആ പദവി യേശാവിന്. എന്തു ചെയ്തു? ഒരു പായസത്തിന് വേണ്ടി അത് അലക്ഷ്യമാക്കി കളഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ? പിന്നത്തേതിൽ കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടില്ല. കാരണം സത്യം ചെയ്ത് വെച്ചു മാറി. എനിക്കിത് എന്തിനാന്ന് പറഞ്ഞു. ആമേൻ. ദുഷിക്കല്ലേ, ഇതെനിക്ക് എന്തിനാണെന്ന് പറയല്ലേ, ഈ സ്ഥാനം എന്തിനാണെന്ന് ചിന്തിക്കല്ലേ. ഇതാണ് ദൈവം നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയതെന്ന് മനസ്സിലാക്കണം. അപ്പോ യേശാവ് ഇതെന്തിന് എന്ന് പറഞ്ഞ് അലക്ഷ്യമാക്കി കളഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അപ്പനെ വേട്ടർച്ചയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അപ്പനെ പ്രസാദിപ്പിച്ച് സന്തോഷിപ്പിച്ചൊക്കെ പോയതാ. പക്ഷെ ഒരു കാര്യം, അപ്പന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് ദൈവം പ്രവർത്തിച്ചു. മാനുഷികമായ ബന്ധങ്ങളിൽ കൂടെ കിട്ടുന്നതിനേക്കാൾ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. മനുഷ്യനെ എന്ത് വിലമതിപ്പാനുള്ളൂ? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവീൻ. എടാ, ഈ മനുഷ്യന് എത്ര വലിയ പുള്ളിയാണെങ്കിലും ആരാ? ഒരു ശ്വാസം തീർന്ന പരിപാടി തീർന്നില്ലേ? ഇവൻ നിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇവൻ നിനക്ക് വേണ്ടി ചാകാനിരിക്കുന്നവനാണ്, എന്തും ചെയ്യും, എന്ത് ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഒരു ശ്വാസം പോയാൽ പുള്ളി താഴെ കിടക്കുന്നു. നമുക്ക് ആശ്രയിക്കാനുള്ളത് മരണമില്ലാത്ത ഒരുവനെയാണ്.
വാക്കുമാറാത്ത ഒരുവനെയാണ്. ഒരു കാലത്ത് നിന്നെ തള്ളിപ്പറയാത്ത ഒരുവനെയാണ്. ഒരു കാലത്തും എന്ത് കാരണമുണ്ടെങ്കിലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരുവനെയാണ്. മനുഷ്യന്റെ സ്നേഹമൊക്കെ ഇത്രയേ ഉള്ളൂ. ചിലപ്പം വലിയ സ്നേഹം കാണിക്കും, ഭയങ്കര ചിരി, ഭയങ്കര അടുത്ത് പോകത്തില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളെ കണ്ട ഭാവം നടിക്കത്തില്ല. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. മനസ്സിലാക്കി അങ്ങ് മാർക്കിട്ട് മാറ്റിയത്. നിന്നെ തള്ളിക്കളയാത്ത ഒരുവനുണ്ട്. മനസ്സിലായോ? നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷേ ഇതൊന്നും കൊണ്ട് സങ്കടപ്പെടണ്ട. ആശ്രയിക്കാൻ ഒരുവനുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. സകലരും മാറും, സകലരും മാറും. മാറാത്ത ഒരുവൻ നിനക്ക് യേശു മാത്രം. ഇന്ന് രാത്രി നിന്റെ ആശ്രയം യേശുവിൽ വയ്ക്ക്. അവൻ നിന്നെ ചതിക്കത്തില്ല, അവനെ തള്ളിക്കളയത്തില്ല. മനുഷ്യനൊരു ചെറിയ റീസൺ മതി, അത് സത്യം പോലും ആകണ്ട. അവന്റെ സ്വാർത്ഥത നടക്കുന്നില്ലെന്ന് കണ്ടാൽ, അവൻ വിചാരിച്ചതുപോലെ നീ തുള്ളുന്നില്ലെന്ന് കണ്ടാൽ നിന്നെ വിട്ട് അവൻ മാറിപ്പോകും. എന്നാൽ അവനെതിരായി പ്രവർത്തിക്കുമ്പോഴും നീ വീണ്ടും എന്റെ യേശുവിനെ ക്രൂശിച്ചാലും അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയും, പിതാവേ, ഇവൻ ചെയ്യുന്നത് അറിയായികയാൽ ഇവനോട് ക്ഷമിക്കണമേ. പിന്നെ നിന്നെ ചേർത്തുകൊള്ളുവാൻ, പിന്നെ നിന്നെ അണച്ചുകൊള്ളുവാൻ ഒറ്റ വാക്ക് ഞാൻ തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ, മാനസാന്തരത്തിലെ വാക്ക് ഉച്ചരിക്കുമ്പോൾ തിരിച്ചു ചെന്നാൽ സകലതും മറന്ന് വീണ്ടും നിന്നെ കൈക്കൊള്ളുവാൻ, ചേർത്ത് അണയ്ക്കുവാൻ, മാറോട് ചേർക്കുവാൻ. പുടിയമ്പുത്തന്റെ കഥ അതാ. സകലതും നശിപ്പിച്ചു, നാനാവിധമാക്കി കളഞ്ഞു. എന്നിട്ടും ദൂരത്ത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. മാത്രമല്ല, നഷ്ടപ്പെട്ടത് മുഴുവൻ കൊടുത്തു. ഇന്ന് രാത്രി എവിടെ നഷ്ടപ്പെട്ടു? മുടിയമ്പുത്രൻ എവിടെ നഷ്ടപ്പെട്ടെന്നറിയാമോ? അവൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള സഹവാസത്തിൽ അവന് നഷ്ടമായിരുന്നു. അവനെ സന്തോഷിപ്പിച്ചവരുമായിട്ടുള്ള സഹവാസത്തിൽ അവന് നഷ്ടമായിരുന്നു. അവന് ജഡമോഹവും കൺമേഹവും ജീവനത്തിന്റെ പ്രതാപവും നിവർത്തിച്ച് കൊടുക്കത്തക്കവണ്ണം ആരൊക്കെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം അവന് നഷ്ടമായിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്നായിരുന്നു അറിയാമോ? കാശ് പോയതല്ല, പന്നിക്കുട്ടി പോയതല്ല, വാളവര നിന്നതല്ല, ഈ അപ്പനുമായിട്ടുള്ള ബന്ധം വിട്ടുപോയതാണ്. ആമേൻ. അതവൻ മനസ്സിലാക്കിയ നിമിഷത്തിൽ, അവൻ മടങ്ങി വന്ന നിമിഷത്തിൽ അവന് നഷ്ടപ്പെട്ടത് മുഴുവൻ അവന് തിരിച്ചു കിട്ടി. ഈ അപ്പനുമായി ചേർന്ന് നിന്നാൽ ഇനി അവന് നഷ്ടം വരത്തില്ല. ഇതാണ് ദൈവികമായ രക്ഷയുടെ മർമ്മം. മാനസാന്തരത്തിന്റെ മർമ്മം ഇതാണ്. ദൈവവേദിലെ ഈ നാളുകളിൽ ആമേൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആകാതെ ഇവനോട് ചേർന്ന് നിന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന അനുഗ്രഹം പറഞ്ഞിട്ട് ഇങ്ങനെ വാക്കുകൾ അവസാനിപ്പിക്കാം. 27-ാം അധ്യായം അതിന്റെ 78-29. അവൻ അടുത്തു ചെന്ന് അവനെ ചുംബിച്ചു. അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എന്റെ മകന്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. നീ ഏശാവ് പറഞ്ഞത് വായിച്ച് അവസാനിപ്പിക്കും. 38-ാം വാക്യം. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പ? എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ. എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ. ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ. അടുത്ത വാക്യം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എന്നാറെ അവന്റെ അപ്പനായ ഇസ്ഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെ, ഭൂമിയിലെ പുഷ്ടി കൂടാതെ, മീതെ ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും, ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കട്ടെ. കാരണം എന്നറിയാമോ? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റതാണ്. അടുത്തത്, നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ വാളുകൊണ്ട് ഉപയോഗിക്കും. ഇനി നീ കഷ്ടപ്പെട്ട് ജീവിക്കണം. നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവൻ വിഡ്രോ ചെയ്തു. മനസ്സിലാക്കണം. നിനക്ക് ലാഭമുണ്ടാക്കത്തക്കവണ്ണം, ശമ്പളം കിട്ടത്തക്കവണ്ണം, ഉയരത്തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരുന്നവൻ അവന്റെ പ്രവൃത്തി വിഡ്രോ ചെയ്തു. ഇനി നീ നിന്റെ വാളുകൊണ്ട്, നിന്റെ പ്രയത്നം കൊണ്ട് ജീവിച്ചോണം. വായിച്ചേ. നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ ഇളയവനെ, നിന്നെക്കാൾ അധമനായവനെ നീ സേവിക്കും. വായിച്ചോട്ടെ. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞുകളയും. നിന്റെ കെട്ട് അഴിഞ്ഞു കിട്ടിയ നുകം കുടയാ. അല്ലാത്തടത്തോളം കാലം നിന്റെ കഴുത്തിലൊരു നുകമുണ്ടായിരിക്കും.
എന്ന് പറഞ്ഞാൽ നിന്നെ നടത്തുന്നത് ഇപ്പം നിന്റെ ഇഷ്ടത്തിന് പോകുന്നു, ഇനി നിന്റെ ഇഷ്ടത്തിന് വിലയില്ലാതാകും. ആമേൻ. വല്ലവരുടെ ഇഷ്ടത്തിന് പോകേണ്ടി വരും. ആമേൻ. ആശുപത്രിയിൽ ലിഫ്റ്റിൽ കയറുമ്പോൾ ആരുടെ ഇഷ്ടത്തിനാണ് കയറുന്നത്? മരുന്ന് കടയിൽ പോകുമ്പോൾ ആരുടെ ഇഷ്ടത്തിനാണ് ഓടുന്നത്? കോടതിയിലേക്ക് പോകുന്ന ആരുടെ ഇഷ്ടത്തിനാണ്? ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ മുഖം കഴുത്തി കയറും. വായിച്ചു. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ നമുക്കുള്ള പദവി നോക്കിക്കോണം. ഒരു കാലത്തും അത് പോകല്ലേ. മാനസാന്തരപ്പെടേണ്ട സമയത്ത് മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ മാനസാന്തരത്തിന് ഇട കിട്ടത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസാന്തരപ്പെടേണ്ട സമയത്ത് മാനസാന്തരപ്പെടണം. വല്ലപ്പോഴും മാനസാന്തരപ്പെട്ടാൽ കരയാം, അപേക്ഷിക്കാം, പൊട്ടിക്കരയാം, പക്ഷേ നഷ്ടപ്പെട്ടത് എന്നേക്കുമായി നഷ്ടപ്പെടും. ഇന്ന് രാത്രി കൊള്ളാവുന്ന ഒരുവനെ നമ്മൾ കണ്ടെത്തി. അവന് വേണ്ടി ജീവിക്കാൻ അവൻ നമ്മെ സഹായിച്ചു. അവനെ വിളിച്ചപേക്ഷിക്കുവാൻ പദവി തന്നു. അവൻ്റെ മകനും മകളുമായി തീരുവാൻ നിന്നെ വേർതിരിച്ചു. ഇനി അവനെ പ്രസാദിപ്പിക്കുന്ന അവൻ തന്ന പദവിക്കകത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. സമർപ്പിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരുണാസമ്പന്നനായിരിക്കുന്ന കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനാകാതിരിപ്പാൻ, ഇറിലിജിയസ് ആകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആരെ ഭയപ്പെടേണ്ടുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുയേശു എന്ന ഈ മൂലക്കല്ലിനോട്, അടിസ്ഥാന കല്ലിനോട് ചേർന്ന് പണിയപ്പെടുവാൻ ഞങ്ങൾക്ക് ലഭിച്ച പദവികൾ ഞങ്ങൾ ഉപയോഗിക്കാനിടയാകണമേ. കാട്ടുകല്ലുകളായിരുന്നു ഞങ്ങൾ, വെളിമ്പറമ്പിൽ എറിയിക്കിട്ടുന്ന ഞങ്ങൾ, കർത്താവേ, നീ ഞങ്ങൾ അവിടെ നിന്ന് പെറുക്കിയെടുത്തു. ഈ മൂലക്കല്ലിനോട് ചേർത്ത് പണിയുവാൻ സഹായിച്ചല്ലോ. കാട്ടൊലിവായിരുന്നു ഞങ്ങളെ വെട്ടിയെടുത്ത് നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ച് നല്ല ഒലിവിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളാകുവാൻ അനുഗ്രഹം തന്നല്ലോ. ഞങ്ങൾ ഇനി നല്ല ഫലം കായ്ച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ അഭക്തിയുള്ള സകലതും, ഞങ്ങളുടെ ദുർനടപ്പിന്റെ സകലതും, കയ്പുള്ള സകല വേരോടുകൂടിയും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു പോകട്ടെ. In the name of Jesus. കർത്താവേ,